എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ക്രിസ്തുമസ് പരീക്ഷയുടെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രവർത്തനം 1. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. 1. ജന്തുക്കൾ വഴി, 2. കാറ്റിലൂടെ, 3. വെള്ളത്തിലൂടെ, 4. പൊട്ടിത്തെറിച്ച്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായമാകുന്ന അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം? 1. മാംസളമായ ഭാഗങ്ങൾ, ആകർഷകമായ നിറം, മധുരം, മണം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യം ഏത്? ഉത്തരം വെണ്ട. പ്രവർത്തനം 2. വിത്ത് മുളയ്ക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിലുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു. സ്റ്റീൽ ഗ്ലാസ്, പയർ. വിത്ത് മുളയ്ക്കുന്നതിന് പ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണ സാമഗ്രികളും പരീക്ഷണ രീതിയും എഴുതാനാണ് ചോദ്യം. അതിനായി ആദ്യം സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു പഞ്ഞി എടുത്ത് അതിൽ വെള്ളം നനച്ച് പയർ അതിൽ ഇടുക. ശേഷം ഒരു ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയാണ് വേണ്ടത്. അപ്പോഴുള്ള നിങ്ങളുടെ നിരീക്ഷണമാണ് ഇവിടെ എഴുതേണ്ടത്. വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ബീജപത്രം. താഴെ പറയുന്നവയിൽ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏത്? ഉത്തരം ബീജമൂലം. അടുത്തത് പ്രവർത്തനം 3. മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖല ജാലത്തിൽ കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉത്തരം കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റം സംഭവിക്കുന്നു. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയവുമായി ബന്ധപ്പെട്ട് ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതകങ്ങളുടെ പേരെഴുതുകയെന്നതാണ്. ഒന്നാമത്തേത് കാർബൺ ഡൈ ഓക്സൈഡ്, 2 ഓക്സിജൻ, 3 ഓക്സിജൻ, 4 കാർബൺ ഡൈ ഓക്സൈഡ്. ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത് എന്നാണ്? ഉത്തരം ആന്തോസയാനിൻ. പ്രവർത്തനം 4. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക എന്നതാണ്. ജലത്തിൻ്റെ സവിശേഷതകളാണ്. ഇവിടെ താപം വഹിക്കുന്നു എന്ന് നൽകിയിട്ടുണ്ട്. അടുത്തതായി, ബാഷ്പീകരിക്കുന്നതിനുള്ള കഴിവ്, വിധാനം പാലിക്കുന്നു, സാർവിക ലായകമാണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ്. ഇവിടെ ജലം ദ്രാവകം, ഐസ് ഖരം. അടുത്തത് അവസ്ഥ വാതകം എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പദാർത്ഥം നീരാവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തത് ഏത്? ഉത്തരം മുറ്റം കോൺക്രീറ്റ് ചെയ്യുക. പ്രവർത്തനം 5. വേരുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കുക എന്നതാണ് ചോദ്യം. ആദ്യത്തെ കൂട്ടം മാവ്, പ്ലാവ്, പേര. രണ്ടാമത്തെ കൂട്ടം തെങ്ങ്, പുല്ല്, നെല്ല്, മുള. ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളുടെ ഇലകളുടെ സവിശേഷത എന്തെന്നാണ്. കൂട്ടം 1 ജാലികാശിരാവിന്യാസം, കൂട്ടം 2 സമാന്തര ശിരാവിന്യാസം. മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യജോഡി ഏത്? ഉത്തരം ചേമ്പ്, ചേന എന്നിവ. പ്രവർത്തനം 6. ചിത്രീകരണം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശഗോളങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 2 കൂടി എഴുതാനാണ്. ആദ്യമായി, സൂര്യനാണ് കേന്ദ്രം. ആകാശഗോളങ്ങൾ സൂര്യനെ ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണ പഥം. അടുത്ത പോയിന്റ് നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനാണ്. രണ്ടാമതായി, സൂര്യനോട് ഏറ്റവും അകൽന്ന് കിടക്കുന്നത് നെപ്റ്റ്യൂണാണ്. അടുത്ത ചോദ്യം, കൃത്രിമോപകരണങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക എന്നതാണ്. ഇൻസാറ്റ് വാർത്താവിനിമയത്തിനാണ് ഉപയോഗിക്കുന്നത്. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസത്തിനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് പ്രതിരോധത്തിനായുള്ളത് ജിസാറ്റ് 7. അടുത്തത്, ഈ നക്ഷത്രഗണത്തിൻ്റെ പേരെന്ത് എന്നാണ്. ഉത്തരം വേട്ടക്കാരൻ. പ്രവർത്തനം 7. താഴെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങൾ വായിക്കൂ.
നാരങ്ങാ വെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുന്നു, നാരങ്ങാ വെള്ളത്തിൽ കല്ലുപ്പ് ചേർക്കുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത്? എന്തുകൊണ്ട്? ഉത്തരം സന്ദർഭം 1 കല്ലുപ്പിനെ അപേക്ഷിച്ച് പൊടിയുപ്പിന് വലിപ്പം കുറവായതിനാൽ വേഗത്തിൽ അലിഞ്ഞു ചേരുന്നു. അടുത്തത് വസ്തുക്കളുടെ ലയനവേഗത്തെ സ്വാധീനിക്കുന്ന മറ്റു 2 ഘടകങ്ങൾ എഴുതുക എന്നതാണ്. ലായകത്തിൻ്റെ ചലനവേഗം, താപനില. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക എന്നതാണ്. ഇവിടെ 1, 2 എന്നിവയാണ് പൂർത്തിയാക്കേണ്ടത്. ആദ്യമായി 1 നീരാവി ചൂടാക്കുന്നു, ജലമാകുന്നു, ജലം തണുപ്പിക്കുന്നു, ഐസായി മാറുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.